ആഗോള അയ്യപ്പ സംഗമം വിജയിക്കാൻ പോകുന്നു എന്ന് വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ചുകൊണ്ട് പീഠം കാണുന്നില്ല എന്ന് ആക്ഷേപം ഉന്നയിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷമാണ്. അദ്ദേഹത്തെ കൊണ്ടുകടന്നത് VD സതീശൻ അടക്കമാണ്. അദ്ദേഹത്തിൻ്റെ പിൻബലത്തിലാണല്ലോ 4 കിലോ സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു LDF-കാർ എന്ന പ്രചാരവേലയുമായിട്ട് അവർ മുന്നോട്ടേക്ക് വന്നത്. അപ്പോൾ പിന്നീട് ആ കാര്യം സംബന്ധിച്ച് വിജിലൻസ് എൻക്വയറി വന്നു. ഉണ്ണികൃഷ്ണ പോറ്റിയുടെ വീട്ടിലെ സഹോദരികളിൽ നിന്ന് ഈ പറയുന്ന സാധനം കണ്ടെടുത്തു. അതിനുശേഷമാണല്ലോ പുതിയ കാര്യം വരുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയുണ്ടായി. അതെന്താണ്? UDF-കാരും നിങ്ങളും BJP-കാരും എല്ലാം എത്രയോ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന CMR മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസിനകത്ത് മാത്യു കുളനാട് കൊടുത്ത പെറ്റീഷൻ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. മാത്യുവിനെ വലിയ നിലക്ക് വിമർശിച്ചു. പക്ഷേ നിങ്ങൾക്കത് ചർച്ചയല്ല. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കത് ചർച്ചയല്ല. UDF-നോ BJP-ക്കോ ആ കാര്യം ഒട്ടും ഉണ്ടായില്ലതുകൊണ്ട് അത് LDF-നെ സഹായിക്കുന്ന ചർച്ചയാവും. അത് ഒരു കാരണവശാലും മീഡിയ ആവണന് ആവശ്യമില്ല. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ആവശ്യമില്ല. ഇതെല്ലാം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഇപ്പോൾ പറയുന്ന കേട്ടാൽ തോന്നുക ഇതെല്ലാം ഈ പറയുന്ന കോൺഗ്രസിൻ്റെ BJP-യുടെ അഡ്വക്കേറ്റിൻ്റെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ നടന്നാണോ? അവിടെ എത്രയാണ് ചെമ്പുപാളി, എത്രയാണ് വിജയമല്യ കൊടുത്തിരിക്കുന്ന സ്വർണം, അത് സ്വർണം എത്രയാണ് പൂശിയത്, എത്രയാണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലല്ലോ. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു കേരള പോലീസ് തന്നെ അന്വേഷിക്കും. ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാരനെ ഏൽപ്പിക്കാൻ കഴിയുമോ? അതില്ലല്ലോ. ഇവിടെ നടക്കുന്ന അന്വേഷണം എങ്ങനെയാ? ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ അവിടുത്തെ റിട്ടയേർഡ് SP-യും നിലവിലുള്ള ക്രൈംബ്രാഞ്ച് മേധാവി ADGP-യും പങ്കെടുത്തുകൊണ്ട് അന്വേഷണം നടക്കുകയാണ് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും. എന്താ ഗവൺമെന്റും ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്? 98-ൽ വിജയമല്യ ഇത് കൊടുത്ത കാലം മുതൽ എത്രയാണ് അവിടെ കൃത്യമായിട്ട് സ്വർണം ഉണ്ടായിരുന്നത്, ആ സ്വർണത്തിൻ്റെ പിന്നീടുള്ള ഓരോ ഘട്ടങ്ങളിലും കടന്നു വരുമെന്താണ്, 2019-ൽ എന്താണ് സംഭവിച്ചത്, സംഭവിക്കുന്നതിന് ഉത്തരവാദികൾ ആരൊക്കെയാണ്, ആ കാര്യങ്ങൾ സംബന്ധിച്ച് എല്ലാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ തീരുമാനം വന്നിട്ട് പോരെ ചർച്ച. നിങ്ങൾക്ക് ഈ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ? ചർച്ച ചെയ്യേണ്ട കാര്യം ഇപ്പോൾ കുറ്റം പറയാൻ കഴിയും, LDF-നെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയും. LDF-ഉം അതുപോലെ ദേവസ്വം ബോർഡും ഒരു കാര്യം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 2025-ലാണ് വിവാദം വരുന്നത്. ഏറ്റവും ഒടുവിൽ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന സ്വർണം പൂശാൻ 25-ലാണ്. അതുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരാക്ഷേപവുമില്ല.